ഒരു ഗംഭീര അനുഭവം. നല്ല സുഖമുള്ള അനുഭവം. കണ്ണൻ കാണുക എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ വേഗം വായിക്കാം. ആ സുഖം നിങ്ങൾക്കും കിട്ടിയാലോ? നമസ്കാരം ശ്രീകാന്ത് സാർ. എൻ്റെ കൃഷ്ണ, എൻ്റെ വീട് തൃപ്രയാറ് നാട്ടിക. എനിക്ക് ഭഗവാൻ തന്ന അനുഭവം പറയുമോ സാർ? എൻ്റെ ഒരു ആഗ്രഹമാണ് സാറിൻ്റെ ശബ്ദത്തിലൂടെ കേൾക്കുവാനും പറയുവാനും. എൻ്റെ ഒരു കസിൻ ചേച്ചി എന്നോട് പറഞ്ഞു, ഗുരുവായൂർ പോയാലോ എന്ന്. അന്ന് ഗുരുവായൂർ ഉത്സവമായിരുന്നു കേട്ടോ. അന്ന് ഉത്സവ ബലിയുമായിരുന്നു. ഞാൻ അന്ന് ജോലി സ്ഥലത്തായിരുന്നു. ചേച്ചി പറഞ്ഞു ജോലി കഴിഞ്ഞ് വന്നിട്ട് പോകാമെന്ന്. എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായി. ഗുരുവായൂർ കണ്ണനെ കാണണമെന്ന് പറയുമ്പോൾ എനിക്ക് ഉന്മേഷവും സന്തോഷവുമാണ്. അങ്ങനെ ഞങ്ങൾ തൃപ്രയാറിൽ നിന്നും ബസ്സിൽ കയറി. എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. ഞാൻ ബസ്സിലിരുന്നു കൊണ്ട് ഭഗവാനോട് പറഞ്ഞു, ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഗുരുവായൂരെത്തിയാൽ ഭഗവാനെ എനിക്ക് എന്തെങ്കിലും തരണേ, കുറച്ച് അബലോ പഴമോ അങ്ങനെ എന്തെങ്കിലും, ചെറുമണിയോളം മതി കണ്ണാ, എനിക്ക് അത് കഴിച്ചാൽ എൻ്റെ വിശപ്പ് മാറുമെന്ന് ഞാൻ ഭഗവാനോട് പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കും ഉത്സവ ബലിയുമായിരുന്നു. അന്ന് വൈകിട്ട് ഭഗവാനെ പുറത്തു കൊണ്ടുവന്നു. നന്നായി തൊഴുതു. ദേവിയെ തൊഴാൻ പോകുമ്പോൾ അവിടെ തൂണും ചാരി ഒരു പച്ച സാരി ഉടുത്ത ചേച്ചി തൂശനിലയിൽ ഒരു തരിയോളം നിവേദ്യ ചോറുമായി നിൽക്കുന്നു. ഞങ്ങളോട് പറഞ്ഞു, ഇത് കഴിച്ചോളൂ, നല്ലതാണ് എന്ന്. ആ പ്രസാദം ഞങ്ങൾ കഴിച്ചു. അതും ഒരു തരിയോളം മാത്രമാണ് ഉണ്ടായത്. അത് കഴിച്ചതും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇത്രയും ജനത്തിരക്കിൻ്റെ ഇടയിൽ വെച്ച് കിട്ടിയതും ഞാൻ ആഗ്രഹിച്ചതുപോലെ ഭഗവാൻ ഞാൻ പറഞ്ഞത് കേട്ടുകൊണ്ട് എനിക്ക് സാധിച്ചു തന്നു. ഭഗവാനെ കണ്ണാ, ഗുരുവായൂരപ്പ, ഇതുപോലെ ഒരുപാട് അനുഭവം ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ. സാറ് ഈ അനുഭവം പറയണേ. ഞാനിങ്ങനെ മനസ്സിൽ കാണുമായിരുന്നു ആ തൂണും ചാരി നിൽക്കുന്ന പച്ചച്ചാരി ഉടുത്ത ചേച്ചിയെ. ആര് പറഞ്ഞയച്ചായിരിക്കും ഈ ഒരു ഉരുള ഒരു കുറച്ച് കൊടുത്തിട്ട് പോലും ആ വിശപ്പൊന്ന് മാറിക്കോട്ടെ എന്ന്. വിശപ്പ് മാറ്റിയ കഥകൾ ഒരുപാടുണ്ടല്ലേ. പഞ്ചാലിക്ക് അക്ഷയപാത്രം ഭഗവാൻ കൊടുത്തത് ഒക്കെ അറിയില്ലേ. ദുർവാസാവിൻ്റെ എന്താണ്, അഹങ്കാരം മാറ്റിയതാണല്ലേ, ഒരൊറ്റ മണിയാണ് കൊടുത്തത്. അത് കഴിച്ചോടൊക്കെ അങ്ങേരുടെ കാര്യം പോയി. അതേമാതിരി ഈ ചേച്ചിയുടെ സഹോദരിയുടെ വിശപ്പ് മാറ്റാൻ ഭഗവാൻ ഒരു ഉരുള കൊടുത്തു. എന്താ കഥ! നല്ല രസമായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. വരുന്നവർക്ക് ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. ഹരേ കൃഷ്ണ. സമ്മാനങ്ങളും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഗ്രൂപ്പിൽ.